ആലമായ വിശുദ്ധമായ റമളാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ വിശുദ്ധ റമളാന വിശുദ്ധിയോട് സ്വീകരിക്കാൻ മുസൽമാന് തയ്യാറാവേണ്ടതുണ്ട്. ഓ എന്റെ ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളെ, ജീവിതത്തിൽ എത്ര റമളാനാണ് കഴിഞ്ഞു പോയത്. റമളാനങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ ചിന്തിക്കും പരിശുദ്ധ റമളാന നല്ല രൂപത്തിൽ വരവേൽക്കണമെന്ന്. പക്ഷേ ഹറാമുകൾ കണ്ടുകൊണ്ട്, ഹറാമുകൾ കേട്ടുകൊണ്ട്, ഹറാമുകൾ ആസ്വദിച്ചുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ച് നാം നോമ്പ് കുടിക്കുമ്പോൾ ആ നോമ്പിന് പ്രതിഫലമാണ് ലഭിക്കുക. ചിന്തിച്ചു നോക്കൂ, എത്ര ആളുകളാണ് മൊബൈൽ കൊണ്ട് നോമ്പ് തുറക്കുന്നത്. മൊബൈലിൽ മാത്രം ജീവിതം മുഴുകി സമയം കൊല്ലുന്നവരില്ലേ? ഈ പരിശുദ്ധ റമളാൻ കടന്നു വരുമ്പോൾ മൊബൈലൊന്ന് മാറ്റിവെക്കണേ. പലരും രാവിലെ ഉറക്കത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ റീൽസ് കാണുകയാണ്, കോമഡി ഷോകൾ കാണുകയാണ്, മ്യൂസിക്കുള്ള പാട്ടുകൾ കേൾക്കുകയാണ്, ധാരാളം സിനിമ കാണുകയാണ്. അങ്ങനെ സമയം കഴിച്ചുകൊണ്ട് നോമ്പ് തുറക്കുന്ന രീതിയുണ്ട്. ഇത് ഒഴിവാക്കണേ. ജീവിതത്തിൽ എത്ര റമളാൻ കിട്ടുമെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. ഈ റമളാനിലെങ്കിലും നോമ്പുകാരനായി, യഥാർത്ഥ നോമ്പുകാരനായി, അല്ലാഹു പൊരുത്തപ്പെട്ട നോമ്പുകാരനാകാൻ ഞാനും നിങ്ങളും തയ്യാറാവേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൊബൈലില്ലാത്തൊരു റമളാൻ, മൊബൈല് മാത്രം ജീവിതത്തിൽ ഒരു ഭാഗമായി മാറിയിരിക്കുന്ന കാലത്ത് ഒരു മിനിറ്റ് പോലും മൊബൈല് മാറ്റി വെക്കാൻ സാധിക്കാത്ത നമ്മളെങ്ങനെയാണ് റമളാൻ സ്വീകരിക്കുന്നത്? എന്തെങ്കിലും വഅദ് കേൾക്കാനോ ഉപദേശങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ നസീഹത്ത് കേൾക്കാനോ നാം മൊബൈലെടുത്താൽ പോലും ഹറാമുകൾ പരസ്യരൂപത്തിൽ നമ്മെ പിടികൂടുന്ന കാലമാണ്. അതുകൊണ്ട് ഓർക്കണേ, മൊബൈലില്ലാത്തൊരു റമളാൻ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിച്ചാൽ റമളാൻ നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നു. അല്ലാഹു ഞാനാണ്, നോമ്പിനുള്ളതാണ്, നോമ്പിന് പ്രതിഫലം നൽകുന്നത് ഞാനാണ് എന്ന് പറഞ്ഞ മഹനീയമായ നോമ്പിന്റെ പ്രതിഫലം നമുക്ക് വാങ്ങണ്ടയോ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മൊബൈല് മാറ്റിവെച്ചുകൊണ്ടുള്ളൊരു നോമ്പ്, മഹാന്മാരുടെ നോമ്പിന്റെ അവസ്ഥ എങ്ങനെയാണ്? ഹറാമ് കണ്ടാൽ അവരുടെ നോമ്പ് മുറിയുകയാണ്, ഹറാമ് ചിന്തിച്ചാൽ അവരുടെ നോമ്പ് മുറിയുകയാണ്, ഹറാമ് ആസ്വദിച്ചാൽ അവരുടെ നോമ്പ് മുറിയുകയാണ്. അതേ സ്ഥാനത്ത് എത്ര ഹറാമുകളും എത്ര ഹറാമായ സീനുകളും എത്ര സിനിമകളുമാണ് നോമ്പുകാലത്ത് നാം കണ്ടുതീർക്കുന്നത്. ചില ആളുകൾ നോമ്പിന് സമയം പോകാൻ ഈ മൊബൈല് മാത്രമാണ് കയ്യിൽ വെക്കുന്നത്. റീൽസുകൾ കണ്ട് 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 എത്ര സഹോദരിമാരാണ് നോമ്പിനെ മറ്റിലാക്കി കളയുന്നത്. നോമ്പുള്ളവനതേ സഹോദരങ്ങളിൽ നിന്ന് മാറി നിൽക്കണ്ടയോ? അതുപോലെ നേരം പോകാക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണ്ടയോ? ആ മൊബൈൽ ഉപയോഗിച്ച് ദിക്ർ ചെല്ലാൻ, ആ മൊബൈൽ ഉപയോഗിച്ച് ഖുർആൻ ഓതാൻ, ആ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ട് നല്ലത് ചെയ്യാൻ നാം ശ്രദ്ധിക്കണേ. മൊബൈൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തവരാണെങ്കിൽ പോലും എത്ര പ്രഭാഷണങ്ങളും ഉപദേശങ്ങളുമാണ്, എത്ര കീർത്തനങ്ങളാണ്, എത്ര ബുർദയുടെ മജ്‌ലിസുകളാണ്, എത്ര നല്ല നല്ല മാലകളും മൗലിദുകളുമാണ്. അത് ഇമ്പമാർന്ന രൂപത്തിൽ കേട്ടാലും അത് വലിയ പ്രതിഫലമാണല്ലോ. അങ്ങനെയെങ്കിലും ചിന്തിച്ചുകൊണ്ട് ഈ പരിശുദ്ധ റമളാൻ സ്വീകരിക്കണം. മൊബൈലില്ലാത്തൊരു റമളാൻ ചിന്തിക്കാൻ കഴിയാത്ത കാലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ റമളാൻ ഓശാരമായി നൽകുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കാനുള്ള നോമ്പ്, അത് മൊബൈൽ കൊണ്ട് നമ്മൾ പാപകൂമ്പാരം പേറി തൗബയുടെ മജ്‌ലിസിൽ ഇരുന്നിട്ട് കാര്യമില്ല.
നിന്ന് മുക്തമായി നല്ലൊരു നോമ്പിനെ ക്രിയേറ്റ് ചെയ്യാം. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയം അല്ലാഹുവിന്റെ തൃപ്തിയിലായി, അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി, അല്ലാഹുവിന്റെ പ്രീതിയിലായി നമുക്ക് നോമ്പ് കാലത്ത് ചെലവഴിക്കാൻ കഴിയണം. എത്രയോ ദിക്റുകൾ നമുക്ക് ചൊല്ലി തീർക്കാം, എത്രയോ ഖുർആൻ ഖത്മ നമുക്ക് തീർക്കാം, എത്രയോ സ്വലാത്തുകൾ ചൊല്ലി തീർക്കാം. ആ രീതിയിൽ പരിശുദ്ധ റമളാൻ സ്വീകരിക്കാൻ അല്ലാഹു ആഫിയത്ത് നൽകട്ടെ, നല്ല ബുദ്ധി നമുക്ക് നൽകട്ടെ. അല്ലാഹു പൊരുത്തപ്പെട്ട യഥാർത്ഥ അടിമകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ.